കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി ക്യാന്റീനിൽ നിന്നും വാങ്ങിയ ബിരിയാണിയിൽ പുഴുവിനെ കണ്ടെത്തി. വൃത്തിഹീനമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ക്യാന്റീൻ അടച്ചുപൂട്ടി. ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെന്നും ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ കഴിയുന്ന പുഞ്ചവയൽ സ്വദേശി കെ മോനിച്ചൻ മാതാവ് ലീലാമ്മയെക്കൊണ്ട് വാങ്ങിപ്പിച്ച ബിരിയാണിയിൽ നിന്നാണ് പുഴുവിന് സമാനമായ ചത്ത ജീവിയെ കണ്ടെത്തിയത്. തുടർന്ന് അദ്ദേഹം ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകുകയും ആരോഗ്യവകുപ്പ് അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തു. ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ ക്യാന്റീൻ പ്രവർത്തിക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണെന്ന് കണ്ടെത്തി. ജീവനക്കാരിൽ ഒരാൾക്കൊഴിച്ച് ബാക്കി ആർക്കും ഹെൽത്ത് കാർഡ് ഉണ്ടായിരുന്നില്ല. ആരോഗ്യവകുപ്പ് ജീവനക്കാർ അറിയിച്ചതനുസരിച്ച് പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലത്തെത്തി സ്ഥാപനം അടച്ചുപൂട്ടാൻ രേഖാമൂലം നിർദ്ദേശം നൽകി. 3 ബിരിയാണി മേടിച്ച് അതിൽ 2 ബിരിയാണി ഓപ്പൺ ചെയ്ത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ബിരിയാണിക്കകത്തുനിന്ന്, അതായത് ബിരിയാണിയുടെ ചിക്കൻ ബിരിയാണിയാണ്, ചിക്കനകത്തുനിന്ന് പുഴു എനിക്ക് കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സൂപ്രണ്ടിന് ഉൾപ്പെടെ പരാതി കൊടുക്കുകയും ഇവിടെ ഗൾഫുകാരെ ഉൾപ്പെടെ അറിയിക്കുകയും ഗൾഫുകാർ വന്ന് ഇപ്പം അതിൻ്റെ വേണ്ട നടപടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാന്റീനും പരിസരവും വൃത്തിയായും സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകാത്ത വിധവും സൂക്ഷിച്ചിട്ടില്ലെന്നും കേടായതും പുഴുക്കൾ കാണപ്പെട്ടതുമായ ഭക്ഷണ പദാർത്ഥം വിൽപ്പന നടത്തിയതായും ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം നൽകുന്നതെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ നോട്ടീസിൽ സൂചിപ്പിക്കുന്നത്. പോസ്റ്റ്മോർട്ടം മുറിക്ക് സമീപം 2 മീറ്ററോളം മാത്രം മാറി ക്യാന്റീന്റെ അടുക്കള പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയ നടപടിയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ന്യൂസ് മലയാളം, കോട്ടയം.